ആകാശവാണി കവരത്തി. 90 തികഞ്ഞ് ആകാശവാണി. 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്. This is Akashvani. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ പ്രക്ഷേപണ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി. ഹൃദയതാളമായി, സ്വരഭേദമായി ആകാശവാണി ജനമനസ്സുകളിൽ ഇടം നേടിയിട്ട് 90 വർഷങ്ങൾ. വിനോദമായി, വിജ്ഞാനമായി, വാർത്തകളായി, സംഗീതമായി ശ്രവ്യവിരുന്നൊരുക്കുന്നു ആകാശവാണി. കാതോടു കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ. പ്രകൃതി ദുരന്തവേളകളിൽ, കാലാവസ്ഥാ വ്യതിയാന സമയത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കൈത്താങ്ങാകുന്ന ശ്രവ്യമാധ്യമം ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി ഇന്നും ശ്രോതാക്കൾക്കൊപ്പം. വിവിധ സംസ്ഥാനങ്ങൾ, നിരവധി ഭാഷകൾ, അനവധി പ്രാദേശിക ഭാഷകൾ, ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു. ഈ അവസരത്തിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി 90 തികഞ്ഞ് ആകാശവാണി. ഈ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ആകാശവാണിയുടെയും ദൂരദർശൻ്റെയും കോഴിക്കോട്, തിരുവനന്തപുരം, മടിക്കേരി, മൈസൂരു, ബാംഗ്ലൂരു എന്നീ നിലയങ്ങളിലായി 39 വർഷത്തെ ഔദ്യോഗിക ജീവിതം നയിക്കുകയും 12ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് നാടകരചനയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും അംഗീകാരങ്ങൾ ലഭിച്ച നാടകകൃത്തും എഴുത്തുകാരനും ആകാശവാണിയിലെ മുൻ ഉദ്യോഗസ്ഥനുമായ ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ. 1936 രൂപം കൊണ്ട് ഇന്ന് 90 വയസ്സ് തികഞ്ഞ ആകാശവാണിയെക്കുറിച്ച് 90കളിൽ മാത്രം പിറവിയെടുത്ത ഇപ്പോഴും യൗവനത്തിൽ തന്നെ നിൽക്കുന്ന കവരത്തി റേഡിയോ നിലയത്തിലൂടെ സംസാരിക്കുമ്പോൾ ആകാശവാണിയിലെ ഒരു മുൻ അംഗം എന്നതിന് പുറമെ ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയായി എനിക്ക് അളവറ്റ അഭിമാനമുണ്ട്. ഭാഷയും കലയും സംസ്കാരവും എൻ്റെ ഇഷ്ടവിഷയങ്ങളായതുകൊണ്ട് പ്രസ്തുത മണ്ഡലങ്ങളുടെ ആകാശവാണിയുടെ സംഭാവനകളെക്കുറിച്ചും ഞാൻ പ്രവർത്തിച്ച നിലയങ്ങളുടെ സവിശേഷ സാഹചര്യങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങൾ ഇപ്പോൾ ഓർത്തെടുക്കുവാൻ ശ്രമിക്കുകയാണ്. സംസ്കാരത്തിൻ്റെ ആധാരശിലയായി അല്ലെങ്കിൽ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്നത് ഭാഷയാണ്. ചരിത്രത്തെയും മൂല്യങ്ങളെയും സ്വത്വങ്ങളെയും തലമുറകളിലേക്ക് കൈമാറുന്നത് ഭാഷയിൽ കൂടിയാണ്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള 22 ഭാഷകൾക്ക് പുറമെ 100ഓളം പ്രധാന ഭാഷകളും ആയിരക്കണക്കിന് ഭാഷാഭേദങ്ങളും ഇന്ത്യയിലുണ്ടല്ലോ. എന്നാൽ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നാം ഒരറ്റത്തുനിന്നും മറ്റൊരറ്റത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ സംസാര ഭാഷ അങ്ങേയറ്റം വ്യത്യസ്തമാകുന്നത് കാണാം. അത്തരമൊരു ദുർഘടാവസ്ഥയിൽ മലയാളമടക്കമുള്ള പ്രാദേശിക ഭാഷകൾക്ക് ഒരു മാനകരവും നൽകിയതും ഒരു സംസ്ഥാനം മുഴുവൻ ഒരു ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയതും ആകാശവാണിയിലൂടെയാണ്. ഇംഗ്ലീഷ് എന്ന ലോകഭാഷയുടെ കാര്യത്തിൽ ആകാശവാണി BBC റേഡിയോയെയാണ് മാതൃകയാക്കി എടുത്തത്. സ്വന്തമായി ലിപിയില്ലാത്ത ചെറിയ ചെറിയ ജനസമൂഹങ്ങൾ സംസാരിക്കുന്ന, നിലനിൽപ്പിന് തന്നെ ഭീഷണി നേരിടുന്ന ധാരാളം ഭാഷകൾ ഇന്ത്യയിലുണ്ട്. കർണാടകത്തിലെ മടിക്കേരി നിലയത്തിൽ ജോലി ചെയ്ത അവസരത്തിലാണ് ബ്യാരി, തുളു, കൊങ്കണി, അറഭാഷ, കൊടവ തുടങ്ങി അന്യം നിന്ന് പോയേക്കാവുന്ന ഭാഷാഭേദങ്ങളുടെ കാര്യത്തിൽ ആകാശവാണി കാണിക്കുന്ന കരുതൽ എനിക്ക് ശരിക്കും ബോധ്യമായത്. മുമ്പ് കോഴിക്കോട്ടു നിന്നും അടുത്ത കാലം വരെ കവരത്തിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്തിരുന്ന മഹൽ ഭാഷാ പരിപാടികൾ ആകാശവാണി ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു സുപ്രധാന സാംസ്കാരിക ദൗത്യമാണ്. കലയുടെയും സംസ്കാരത്തിൻ്റെയും മേഖലയിലേക്ക് കടന്നാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും കർണാടക സംഗീതത്തിൻ്റെയും വിവിധങ്ങളായ നാടോടി സംഗീതത്തിൻ്റെയും സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനുമായി ആകാശവാണി നടത്തുന്ന പ്രവർത്തനങ്ങൾ നിസ്തുലമാണെന്ന് കാണാം. ഈ രംഗത്തെ ആചാര്യന്മാരൊക്കെ അവരുടെ സ്വരം ആകാശവാണിയിലൂടെ ലോകത്തെ കേൾപ്പിച്ചവരാണ്. ആകാശവാണി കലാകാരന്മാർക്ക് നൽകുന്ന ഗ്രേഡിംഗ് അവരവരുടെ മേഖലയിലെ മികവിൻ്റെ തെളിവായി ഇന്നും ആളുകൾ കരുതിപ്പോരുന്നുണ്ട്. സ്കൂൾ കലോത്സവ വേദിയിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇന്ന് ഏറെ അവസരങ്ങൾ ഉണ്ടെങ്കിലും അപൂർവങ്ങളായ പല നാടോടി കലാരൂപങ്ങളും ഒരു കാലഘട്ടത്തിൽ നിലനിന്നു പോകുന്നത് ആകാശവാണിയിലൂടെ മാത്രമായിരുന്നു. തികച്ചും ഒരു രംഗകലയാണല്ലോ നാടകം.
നാടകത്തിൻ്റെ മറ്റൊരു രൂപമായ റേഡിയോ നാടകങ്ങളെ ആസ്വദിച്ച തലമുറകൾ ഇവിടെ ഉണ്ടായിരുന്നു. റേഡിയോ നാടകങ്ങൾക്കും നാടകോത്സവങ്ങൾക്കുമായി ശ്രോതാക്കൾ അവരവരുടെ വീടുകളിൽ ജോലികളെല്ലാം തീർത്തു കാത്തിരുന്നു. സ്റ്റേജിലെയും സിനിമയിലെയും പ്രശസ്തരായ കലാകാരന്മാർ പോലും ഇന്നും റേഡിയോ നാടകങ്ങളിൽ ആവേശപൂർവ്വം പങ്കെടുക്കുന്നുണ്ട്. ആകാശവാണി നാടകങ്ങളുടെ പിന്തുടർച്ചയായി ഇന്ന് നവമാധ്യമങ്ങളിലൂടെ ശബ്ദരൂപകങ്ങളും കഥ പറച്ചിലുകളുമെല്ലാം കേൾക്കുമ്പോൾ കഥ പറയാനും കഥ അഭിനയിക്കാനും അത് ആസ്വദിക്കാനുമുള്ള മനുഷ്യരുടെ താല്പര്യം എക്കാലവും നിലനിൽക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. കലയും സാഹിത്യവും കൃഷിയും മത്സ്യബന്ധനവും വാണിജ്യവും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗങ്ങളാണ്. ഈ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനായി നിരവധി പരിപാടികൾ തുടക്കകാലം മുതൽക്ക് ആകാശവാണി നിർമ്മിച്ച് പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖ വ്യക്തികളുടെ സംഭാഷണങ്ങളും അവരുടെ ജീവിതരേഖയും റെക്കോർഡ് ചെയ്ത് ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുന്നതിലൂടെ ആകാശവാണി രാജ്യത്തിൻ്റെ മനസ്സിൻ്റെ തന്നെ കാവൽക്കാരാവുന്നുണ്ട്. ആകാശവാണിയുടെ സാംസ്കാരിക ഇടപെടലുകളിൽ ചിലതു മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇനി ലക്ഷദ്വീപിലെ എൻ്റെ ആകാശവാണി പ്രവർത്തനങ്ങളുടെ ചില ഓർമ്മകൾ ഇവിടെ പങ്കുവയ്ക്കാം. 90കളുടെ തുടക്കത്തിൽ ലക്ഷദ്വീപിലെ നാടോടി ഗാനങ്ങൾ കണ്ടെടുത്ത് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ടീമിൻ്റെ ഭാഗമായാണ് ഞാൻ ആദ്യമായി ദ്വീപ് സന്ദർശിക്കുന്നത്. സംഗീതജ്ഞരായ പാലാസി കെ രാമചന്ദ്രൻ, കുമാരനെല്ലൂർ രാജാമണി, അലി മണിഫാൻ, എഞ്ചിനീയർ ശ്രീനിവാസൻ എന്നിവരായിരുന്നു ടീമിലെ മറ്റുള്ളവർ. അന്ന് ഞങ്ങൾക്ക് കവരത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ചില അസൗകര്യങ്ങൾ നേരിട്ടതിനാൽ ചെന്ന ദിവസം തന്നെ വൈകുന്നേരം അതേ കപ്പലിൽ ഞങ്ങൾ മിനിക്കോയിലേക്ക് തിരിച്ചു. ഒരാഴ്ചയിലേറെ മിനിക്കോയിൽ താമസിച്ച് ഒട്ടേറെ കലാകാരന്മാരുമായി ഇടപഴകാനും അവരുടെ ശബ്ദം ആകാശവാണിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യാനുമായി സാധിച്ചു. ഹോട്ടലുകൾ ഒന്നും തുറക്കാത്ത ഒരു റംസാൻ നോമ്പുകാലത്താണ് ഞങ്ങൾ അവിടെ സന്ദർശിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊരുക്കി തരാൻ അവിടുത്തെ ഒരു കുടുംബം തയ്യാറായത് അവരുടെ സ്നേഹത്തിൻ്റെ രുചിക്കൊപ്പം ഇന്നും ഞാൻ ഓർക്കുന്നു. 1994 പുതുവർഷത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കവരത്തി ആകാശവാണിയെ പ്രവർത്തിപ്പിക്കാനായി ആ വർഷം ഏപ്രിലിലും 2 വർഷം കഴിഞ്ഞും നടത്തിയ ചില മാസങ്ങൾ മാത്രം നീണ്ട ദ്വീപവാസങ്ങളാണ് എനിക്ക് പിന്നീടുണ്ടായത്. അപ്പോഴൊക്കെ ദ്വീപിലെ തദ്ദേശീയരും സർക്കാർ ജോലിക്കാരായി അവിടെ വന്നു ചേർന്നവരും ആകാശവാണിയോട് കാണിച്ച സ്നേഹവും താല്പര്യവും ഞാൻ ഇന്നും ഓർക്കുന്നു. ഇന്നത്തെ ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന, പത്രങ്ങൾ പോലും ആഴ്ചകൾ കഴിഞ്ഞ് മാത്രം എത്തിയിരുന്ന ആ കാലത്ത് ആകാശത്തേക്ക് തുറക്കുന്ന ഒരു വാതിലായി ദ്വീപിൽ താമസിക്കുന്നവർ ആകാശവാണിയെ തിരിച്ചറിഞ്ഞിരുന്നു. കവരത്തി ആകാശവാണിയും ശ്രോതാക്കളും തമ്മിലുള്ള ആ ബന്ധം ഇന്ത്യയിൽ എവിടെയുമെന്നതുപോലെ ഊഷ്മളമായി തുടരുന്നു എന്നറിയുന്നതിൽ ഈ അടുത്ത കാലം വരെ ആകാശവാണിയുടെ ഭാഗമായിരുന്ന എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. പാട്ടോർമ്മ. ലക്ഷദ്വീപിൽ വെച്ച് ചിത്രീകരിച്ച അനാർക്കലി എന്ന സിനിമയ്ക്ക് വേണ്ടി വിനീത് ശ്രീനിവാസനും മഞ്ജരിയും പാടിയ ആ ഒരുത്തി അവളൊരുത്തി എന്ന ഗാനമാണ് എൻ്റെ ഇഷ്ടഗാനമായി ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി നാടകകൃത്തും എഴുത്തുകാരനും ആകാശവാണിയിലെ മുൻ ഉദ്യോഗസ്ഥനുമായ ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര. പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ. 90 തികഞ്ഞ് ആകാശവാണി.